ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് ആസ് യൂഷ്വൽ നമ്മൾ വൈകുന്നേരം പുറത്തോട്ട് ഇറങ്ങിയിരിക്കണം. വേറെ ഒന്നുമല്ല, ഇപ്പോൾ കുറച്ച് മുന്നേ കളിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കളി കാണാനൊക്കെ പോകുന്നത്. ഫുട്ബോളും പറ്റിയിട്ട് പിടുത്തത് എല്ലാവരും കളി കാണാൻ പോയി. എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ വൈബിൽ കളി കാണാൻ പോയി. കളി കാണാൻ പോയിട്ട് വന്നപ്പോൾ ലേറ്റ് ആയപ്പോഴത്തേക്കും നമ്മൾ എണീക്കാൻ ലേറ്റായി. സോ ഇന്ന് നമ്മൾ പരിപാടി നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം. നമുക്ക് നൈസൊരു പണിയിട്ടുണ്ട്. ബിക്കോസ് എൻ്റെ ഒരു ഹെഡ്സെറ്റ് ഉണ്ട്, JBL ഹെഡ്സെറ്റ് ഉണ്ട്. അത് ഒരു സൈഡ് വർക്ക് ചെയ്യുന്നില്ല. എന്ത് പണിയാണ് എന്താണെന്നറിയില്ല. മൊത്തത്തിൽ വള്ളികളാണ്. നമുക്ക് പണി വരുന്ന വഴികൾ കൈ കുറച്ച് എന്താ പറയുക, ഇത് വരുമ്പോഴത്തേക്കും ഫണ്ട് കുറച്ച് ഇങ്ങനെ സേവ് ചെയ്ത് വെക്കാൻ നോക്കുമ്പോൾ ഓരോ വശത്ത് ഇങ്ങനെ പണി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സോ എന്തായാലും നമുക്ക് നേരെ പോയി ഹെഡ്സെറ്റ് റെഡിയാക്കാൻ നോക്കാം. സോ നമുക്ക് പോയി തുടങ്ങാം. നേരത്തെ ഇറങ്ങുമെന്ന് വിചാരിച്ചത്, പക്ഷെ നടന്നില്ല. നമ്മളിപ്പോഴാണ് ഇറങ്ങുന്നത്. കുഴപ്പമില്ല, നമുക്ക് നേരെ ഇറങ്ങി ഹെഡ്സെറ്റ് റെഡിയാക്കാൻ എടുത്തിട്ട് പോകാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഞാൻ പോകുന്ന വഴിക്ക് ഷിബുമോൻ എന്നെ ഷിബുമോനെ ഞാൻ വിളിച്ചു. എവിടെ വിളിച്ചപ്പോഴത്തേക്കും ഷിബുമോനുടെ പോത്തീസ് എന്തോ വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ അവളെ ഇന്ന് റൂമിലോട്ട് ആക്കിയിട്ട് പോകാൻ പറഞ്ഞു. സോ ഷിബുവിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അതിനൊക്കെ മുതലാളി വിളിച്ചിട്ടുണ്ട്. വണ്ടി രാജാരം കണ്ടില്ല. മുതലാളി എന്തിനാണ് വിളിച്ചത്? തിരിച്ച് വിളിച്ചിട്ട് മുതലാളിക്ക് വേറെ കൂടുതൽ ബിസിയാണ്. ഷിബുവിനെ പിക്ക് ചെയ്താക്കിയിട്ടാണ് അങ്ങോട്ട്. അപ്പം മുർഷിയും വരാൻ മുർഷീനും എന്ത് റെഡിയാക്കണമെന്ന് പറഞ്ഞ് കൊള്ളാം. ഇതുപോലെ എൻ്റെ പോത്തീസ് എന്താ ഫിഫ ആഡ് ചെയ്ത് കിടക്കുന്നത്. ഓ, ഫിഫ വന്ന ശേഷം ഫിഫയെ വെച്ച് എന്തോരം പേരാ മാർക്കറ്റ് ചെയ്യുന്ന. ഓ മൈ ഗാഡ്, നല്ലതാ. ഷിബുമ വന്നിട്ട് ഷിബുമോൻ പക്ഷേ ചായ കുടിക്കില്ല. അല്ലെങ്കിൽ ഷിബുവിനെ ഇവിടെയൊക്കെ ചായ കുടിക്കായിരുന്നു. വെയിറ്റിംഗ് ഫോർ ഷിബുമോൻ. ഇവിടെ ഇപ്പം 5 മിനിറ്റ് പറഞ്ഞപ്പോൾ ചിലപ്പം 1.5-2 മണിക്കൂർ കഴിഞ്ഞേ വരത്തുള്ളൂ. സോ വെയിറ്റിംഗ് ഫോർ ഷിബുമോൻ. അതാ വരുന്നു. ഷിബുമോൻ 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 അതിന്റെ സൗന്ദര്യം കാണിക്ക്. ഷിബുമോൻ ഇൻട്രോവേർട്ടാണ് ഗൈസ്. ഷിബുമോൻ ഇൻട്രോവേർട്ട് അല്ല, മേക്കപ്പ് ഇടാത്ത മുഖം കാണിക്കാത്തത്. ഓഫീസിൽ കഴിഞ്ഞ് വന്ന കോലാണ്. പിമ്പിൾസ് ഒക്കെ വന്ന് ആരോ മോഹിക്കൊണ്ട് നിന്നെ. പോന്നെ ചായ മേടിച്ചു തരുമോ? ചായ മേടിച്ചു തരുമോ? ഷിബുമോനെ കൊണ്ടാക്കിയിട്ട് ഞാൻ തിരിച്ച് നമ്മുടെ അവിടെ മറ്റേ മിസ്റ്റർ ടീയുടെ കടയിലാണ്. അതായത് പത്മനാഭൻ്റെ ഓപ്പോസിറ്റ് ഇല്ലേ, പത്മനാഭൻ്റെ ഓപ്പോസിറ്റ് ആ ഒരു മറ്റേ KMG ഡിജിറ്റൽ ഹബില്ലേ, ഇവിടെ വന്നിട്ടുണ്ട്. മുറിച്ച് പറഞ്ഞ് ഇവിടെ എന്തോ കടയുണ്ട്, അവിടെ റെഡിയാക്കുമെന്ന് പറഞ്ഞു. ഞാൻ ആലോചിക്കുന്നു, ഇതിപ്പം റെഡിയാക്കാൻ പറ്റില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു എയർപോർട്ട് ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ സജസ്റ്റ് ചെയ്യണേ. പക്ഷേ ഇതില്ലാണ്ടൊരു സുഖമില്ല. അത് വെച്ചാൽ നമുക്ക് ഇപ്പം എന്തെങ്കിലും എഡിറ്റ് ചെയ്യാൻ നേരത്താണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ നേരത്താണെങ്കിലും അതുണ്ടെങ്കിൽ ഒരു ഇത് കിട്ടത്തുള്ളൂ. ഇപ്പോൾ പുറത്ത് പബ്ലിക്കിൽ എവിടെ നിന്ന് എഡിറ്റ് നമുക്ക് പെട്ടെന്ന് എഡിറ്റ് ചെയ്യണം, എമർജൻസി എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുറത്തെവിടെയെങ്കിലും നിൽക്കുകയാണെന്നുണ്ട് നമുക്ക് നേരെ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യുക, എഡിറ്റ് ചെയ്യുക. ഇറങ്ങിയിലൊക്കെ അത്ര സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്ത് വിട്ടാൽ മതിയല്ലോ. അതാണ്. അപ്പം ആരെങ്കിലും നല്ലൊരു ഹെഡ്ഫോൺ നിൽക്കണം സജസ്റ്റ് ചെയ്യണേ. എന്തായാലും മുറിച്ച് ഇപ്പോൾ ഒരു 5 മിനിറ്റുള്ളിൽ വരുമെന്ന് പറഞ്ഞു. റൂമിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞ് വന്നിട്ട് നമ്മൾ പോകാം. എനിക്ക് അവൻ പറഞ്ഞ കട മനസ്സിലായില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അവൻ വന്നിട്ട് പോവാം. റെഡിയായി കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. റെഡിയാകുമായിരിക്കണം. എന്തൊരു അവസ്ഥയാണെന്തോ നോക്കാം. എന്തായാലും ഗൈസ് അങ്ങനെ ഹെഡ്സെറ്റ് ഒരെണ്ണം ഇപ്പം അവനും ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തൊക്കെ തന്നിട്ടുണ്ട്. ഫംഗസ് ഒക്കെ കയറിയാന്ന് പറഞ്ഞു. അന്ന് ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റെഡിയായി നോക്കാൻ പറഞ്ഞു. ക്ലീൻ ചെയ്ത് നോക്കിയിട്ട് നോക്കാൻ പറയാം, എങ്ങനെയാണെന്ന് നോക്കാൻ പറയാം. എന്നിട്ട് നമുക്ക് ഇപ്പം അതും പറ്റില്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ നോക്കാമെന്നുള്ള രീതിക്കാണ്. അപ്പോൾ എന്തായാലും നമ്മളിനി ഒന്ന് പോത്തീസ് ഭയങ്കര ഓഫറാണ് ഷിബുമോൻ പറഞ്ഞത്. എന്തായാലും അവിടെ നിന്ന് കയറിയിട്ട് വരട്ടെ. നമ്മളങ്ങനെ പോത്തീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പോത്തീസ് ചെയ്തിട്ടുണ്ട്. മുർഷി അവിടെ അവൻ സൈഡിലെന്താ വണ്ടി വെച്ചിട്ട് അവിടെ നിൽക്കാമെന്ന് പറഞ്ഞ് ഞാൻ തന്നെ പോത്തീസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനം, അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന വീട്ടിലായിട്ട് കുറച്ച് സാധനം വാങ്ങിക്കുന്നുണ്ട്. അതായത് എൻ്റെ ഐഡിയയിൽ കുറച്ച് സാധനമുണ്ട്, കുറച്ച് ഇരിക്കുന്ന സാധനങ്ങളുണ്ട്. അതായത് വീട്ടിലേക്ക് വാങ്ങിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഒരു സംഭവം ഉണ്ട്, ഒരു ടിസ്റ്റ് ഉണ്ട് സംഭവം വീട്ടിലേക്ക് വാങ്ങേണ്ടത്. സോ അത് വാങ്ങാൻ വേണ്ടി വന്നതാണ്. മുർഷി വാദിക്കൽ എന്താ വണ്ടി വെച്ചിട്ട് ഫ്രണ്ടിൽ നിൽപ്പണമെന്നാണ്. അവനെ തപ്പി പിടിക്കട്ടെ. തപ്പി പിടിച്ചിട്ട് നമ്മൾ നേരെ ഹൈപ്പർ മാർക്കറ്റ് കയറുന്നു. അത് ആണ്ട് നിൽക്കുന്നു. ഈ എന്തെങ്കിലും ഫ്രണ്ടിൽ കൊണ്ട് വണ്ടി വെച്ചത് കൊള്ളാം. അപ്പോൾ നമ്മൾ വീട്ടിലേക്കുള്ള സാധനം വാങ്ങിച്ചില്ല. കുറച്ച് ഐറ്റംസ് എന്താ പറയുക, കുറച്ച് റൂമിലേക്കുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഒരു ന്യൂട്രലേ വാങ്ങിച്ച് 2-3 കുക്കുംബർ, ജിഞ്ചർ, നമ്മളെ ഇത് നെല്ലിക്ക, ഇത്ര ഐറ്റംസ് വാങ്ങിച്ച്. ബിക്കോസ് നമ്മൾ രാവിലെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി സന്തോഷമായിട്ട് കുടിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും കുടിക്കുന്നുണ്ട്. ഈ എന്താ പറയുക, ബീറ്റ്റൂട്ട്, കുക്കുംബർ, ഇത് ഇഞ്ചി, നെല്ലിക്ക, ഇതെല്ലാം കൊണ്ട് മിക്സ് ചെയ്ത് അടിച്ചിട്ട് കുടിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാനും കുടിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഐറ്റംസ് തീർന്നു പോയി. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചു. പിന്നെ ഒരു ന്യൂട്രല വാങ്ങിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം, നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രെഡും വാങ്ങിച്ച് ന്യൂട്രലയും വാങ്ങിച്ച് പെരട്ടി അടിക്കുക. സെറ്റാണ്.
അപ്പം നാളെ മുതലാളി വിളിച്ചിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ. മുതലാളി വിളിച്ച നാളെ എന്തോ ഒരു പോഡ്കാസ്റ്റ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ കാര്യം പറയാൻ വിളിച്ചാണ്. അപ്പം നാളെ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടി വരും. അപ്പോൾ നാളെ നേരത്തെ നിൽക്കേണ്ടി വരും. 2:30 പോഡ്കാസ്റ്റ്. അപ്പോൾ എന്തായാലും അവിടെ പോകേണ്ടി വരും. അപ്പം നമ്മൾ 400 രൂപ സാധനം വാങ്ങിച്ചിട്ട് കവർ വാങ്ങിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് കവർ. എപ്പോഴും 3-4 ഐറ്റം ഉണ്ട് വണ്ടിക്കകത്ത് ഡിക്കി ഉള്ളപ്പോൾ നമ്മൾ എന്തിനു പേടിക്കണം. വി ക്യാൻ ഡു ഇറ്റ് ഇൻ അവർ ഡിക്കി ആൻഡ് വി ക്യാൻ ഗോ ബാക്ക് ടു അവർ സ്റ്റേഡിയം. സ്റ്റേഡിയത്തിൽ പോയി എന്തെങ്കിലും മിസ്റ്ററി ബുക്സ് എടുക്കാൻ പറ്റണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ദിവസങ്ങളൊന്നും നടന്നിട്ടില്ല. സോ എന്തായാലും പോയി നോക്കാം. എവിടെ ബാ മോനെ ബാ നോട്ടല്ല ഫോട്ടോ ചെയ്യുന്ന താളെ അടിച്ചു കൂട്ടി മതി. എടാ പട്ടി അയ്യോ വണ്ടി എങ്ങനെ ഇറക്കും. പിടിച്ചാ കുറിച്ച് അമ്മേ ആകാശം പച്ചപ്പ്. അല്ല നമ്മുടെ മിസ്റ്ററി ബോക്സ് ഇരിക്കണ്, റെയിൻ കോട്ട് ഇരിക്കണ്, എന്തെല്ലാം നൂട്ടല്ല. എനിക്ക് നൂട്ടല്ലപ്പം ഞാൻ തിന്നാൻ എന്ത് ചെയ്യണം. മിസ്റ്ററി ബോക്സ് താഴത്ത് വെച്ചിട്ട് മിസ്റ്ററി ബോക്സ് പൊക്കത്ത് വരണോടാ. വേറെ പലതും കാണുന്നുണ്ട്. വേറെ എന്താണ് എന്താണ് വണ്ടികളുടെ വേറെ വണ്ടിയുള്ളിൽ വേറെ എന്താ കുപ്പിയൊന്നും ഇല്ലല്ലോ. കുപ്പിയല്ല സിഒയാ പോടനാറി കുറെ ഉണ്ടല്ലോ കുട്ടി അതിൻ്റെ ഉള്ളിൽ. ഈ നാറി ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കാം. ഇല്ല അതൊന്നല്ല അത് നോക്ക് ഒളിപ്പിച്ചേക്കെ ഒളിപ്പിച്ച് പിന്നെ നീ പറയണമെന്ന് കേൾക്കുള്ളൂ. ഗൈസ് ഇപ്പം എൻ്റെ വണ്ടിക്കകത്ത് മറ്റേ നിരോധനം ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഒളിപ്പിച്ച സാധനം നോക്കണം അതിൻ്റെ ഉള്ളിൽ. എന്നിട്ടാ അനാശസമായി കുറെ സാധനം. അനാശസ്യമേ വരിക. നീ ആദ്യം അനാശാസ്യം എന്ന് പറയാൻ പഠിക്കുക. ശരി ശരി ബാ ബാ നമുക്ക് നേരെ ലൂപ്പിലോട്ട് പോകാം. ഒരു മിസ്റ്ററി ബോക്സ് ഇങ്ങനെ പഠിക്കണം. ബാ സായിപ്പോയതാണ് എയർപോർട്ടിലെ തൂപ്പുകാരിയാണ്. റൺവേയിൽ ഓരോ പ്ലെയിൻ വന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് റൺവേ തൂക്കണം. അതാണ് അവളുടെ ജോലി എന്നാണ് അവൾ ചോദിച്ചാൽ പറഞ്ഞത്. അല്ലടാ സത്യല്ലേ? എന്താടാ രണ്ടു മൊത്തം ചിരി. എന്താടാ പറ എന്തെങ്കിലും പറ. ഒന്നുമില്ല, കഴിഞ്ഞ ദിവസം ഇട്ട ഷോർട്സിനകത്ത് അവൻ എടുത്തിട്ട് കള്ളത്തരം കാണിക്കാൻ ഞാൻ വീഡിയോ ഒക്കെ വെച്ചിട്ടുണ്ട്. അതാണ് അവനൊന്നും പറയാനില്ലെന്ന് പറയണത്. ഗൈസ് ഇവരുടെ കണ്ണൂർ കോട്ടയിൽ ഇവൻ്റെ കാര്യം പറയാൻ ഒരുപാട് ആരാധികമാരുള്ളൊരു ചെറുക്കനാണ്. ഒരുപാട് ആരാധികമാരുണ്ട്. എന്ത് ചെയ്യാനാ? അത് കാരണം നമുക്കൊന്നും ആരെയും നോക്കാൻ പോലും പറ്റത്തില്ല. സ്റ്റേഡിയത്തിൽ വന്നപ്പോൾ ഇവിടെ മുട്ടനടി കണ്ണൂർ കോട്ടയിൽ അവന്മാർ എല്ലാം കൊണ്ട് ചേർന്ന് നേരത്തെ ക്രൂരമായി ആക്രമിക്കുന്നു. എന്താ വിഷയം തരാ? എന്താടാ സംഭവം പറ. അതെല്ലാവർക്കും മഞ്ഞ നീ സംഭവം പാലിക്കുന്നില്ല. ബെറ്റ് വെച്ച് പാലിക്കുന്നില്ലേ? എന്താ ബെറ്റ് വെച്ച്? എപ്പോഴായിരുന്നു ബെറ്റ് വെച്ചത്? ഇന്നലെ. എന്താ പറഞ്ഞ? ഗബ്രിയേല് ഹാലൻഡിനെ കൂട്ടെന്ന് പറഞ്ഞില്ലേ? ആളിന് 2 അടിച്ചു. എടാ പറഞ്ഞ വാക്ക് പാലിക്കോടാ. പറഞ്ഞതിന്റെ പ്രൂഫ് വല്ലതും ഉണ്ടാ? പറഞ്ഞതിന്റെ പ്രൂഫ് ഉണ്ട്. ക്യാമറ ഞാൻ പ്രൂഫാണ്. ഇന്ന് അവന്റെ സാലറി കയറും. ഇന്ന് മേടിച്ചൊരു പറഞ്ഞാണ്. എവിടെ നിന്റെ ടീം ഏതാ? പോർച്ചുഗൽ എന്നാ ഇന്ന് പറ. ഇന്നത്തെ പ്രൊഡിക്ഷൻ നീ പറഞ്ഞിട്ട് പോ. അവൻ തോറ്റി. ഇനി ജയിക്കേണ്ട ടീമിന്റെ കാര്യം പറ. നമ്മളെ ഫോർസ് ജയിക്കും അത്രേ ഉള്ളൂ. ജയിച്ചില്ലെങ്കിൽ നീ എന്ത് വാങ്ങിച്ചു തരും? ജയിച്ചില്ലെങ്കിൽ ജയിച്ച് പിന്നെന്ത്? അപ്പം ഏതാ ജയിച്ചിരിക്കും? ജയിച്ചിരിക്കും ഞാൻ നിനക്ക് വാങ്ങിച്ചു തരാം. നീ മേങ്ങൊന്നും വേണ്ട, ഞാൻ മേങ്ങിക്കോളാം. എന്റെ പൈസ ഉണ്ട്, ഞാൻ മേങ്ങിക്കോളാം. എടാ ഇവര് കോൺഫിഡൻസ് ബെറ്റൊക്കെ ഞാൻ ഇന്നലെ ഒരു ബെറ്റ് വെച്ചു. ഉണ്ടോ?
ഇന്നലെ ഒരു പെറ്റ് ആ, നീ പറ്റി വെക്കാറുണ്ടോ? ഇല്ലല്ലോ. ഞാൻ വെച്ചിന് എടാ നീ വന്നേ. അവന്റെ പേരെന്താ? എടാ ഒരുത്തനെ ഇങ്ങനെ ക്രൂശിക്കരുതാ. ഒരുത്തനെ വട്ടം കൂടിയിട്ട് ക്രൂശിക്കാടാ. എടാ നീ പറ്റോക്ക് ഇന്നത്തെ പറ്റോക്ക്. ഞാൻ പെറ്റ് വെച്ച് അതിന്റെ ഫുഡ് എനിക്ക് കിട്ടിയിട്ടാ. അവനായിട്ട് ഒന്നും പറ്റൂല. ഫോർസ് ജയിക്കും, അത് കോൺഫിഡൻസ്. ഞാൻ പെറ്റ് വെക്കുന്നില്ല. മന്തി പറഞ്ഞു ഒരു ഫുട്ബോളുകാരുടെ ഒരു മന്തി കച്ചവടക്കാർക്ക് ഫ്ലെക്സ് കച്ചവടക്കാർക്ക് എന്താ കച്ചവടം? ക്യാമറ എവിടെ? ഓഫീസിലെ ക്യാമറ വോയിസ് കിട്ടുമോ? അന്നത് റെക്കോർഡ് ഇറക്കടാ. അല്ല, കോടതി സംബന്ധിച്ച പ്രൂഫ് വേണം. പ്രൂഫ് ഇല്ലാണ്ട് നമ്മളൊരു കാര്യം അംഗീകരിക്കാൻ പാടില്ല. നാളെ ഈ കൊണ്ടുവരണം. നാളെ കൊണ്ടുവരും കാര്യമില്ല. ആ പ്രൂഫ് കൊണ്ടുവരുന്ന ഞാൻ അടുത്ത സ്റ്റോറി ഇട്ടേക്കാം. എന്ത് ചെയ്യാനാ, ഒരു ഫുട്ബോൾ വേണ്ട മന്തി കച്ചവടക്കാർക്കും ഫ്ലെക്സ് കച്ചവടക്കാർക്കും നല്ല ലാഭമാണ്. ഇന്നത്തെ ദിവസം എന്താകുന്നു? ഇന്നെന്തായാലും നമുക്ക് ലേറ്റ് ആയിട്ട് കണി കാണാനുള്ള അവസരം ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പോകണം, റൂമിലോട്ട് പോകണം. നാളെ വർക്കുണ്ട്. ഓക്കെ, നീണ്ട നേരം നമ്മൾ ചുമ്മാ കുത്തി ഇരുന്ന് പോസ്റ്റ് അടിച്ച് പണ്ടിറങ്ങി. പിന്നെ ഒരു മിസ്റ്ററി ബോക്സ് എടുത്തോളൂ. ഇന്നൊരു മിസ്റ്ററി ബോക്സ് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അതെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ സ്വന്തം ഹാഷിർ വന്ന് എവിടെ ആയിരുന്നു കഴിക്കാൻ പോയി സോന. ഓടെ നമ്മളെന്നും വിളിച്ചിട്ട് ഒറ്റക്ക് പോയി കഴിച്ചിട്ടൊക്കെ വന്നേ. ഡ്രോപ്പ് ചെയ്തിട്ട് അവര് പോയി. ആരും ഉണ്ടാക്കും നിന്നെ? നിങ്ങളല്ലേ ഊബർ. അപ്പൊ ഏബലിന് ആരും ഉണ്ടാക്കും? അപ്പൊ എന്താന്ന് വെച്ചാ നോക്കാം. സാബ എങ്ങോട്ടാ പോണ? സാബ എങ്ങോട്ടാ പോണ? കഴിക്കാൻ പോകുന്ന പ്ലാനിങ് നടക്കുന്നു. കഴിക്കാൻ പോകുന്ന സ്ഥലം എത്തിയിട്ട് വരാം. പ്ലാനിങ് നമ്പർ 1 സ്റ്റാർട്ട് നൗ. അങ്ങനെ നമ്മൾ ഒറ്റ പ്ലാനിങ്ങോട് നമ്മൾ മെട്രോ ഹബിൽ ഫുഡ് കഴിക്കാൻ. ഇവിടെ മറ്റേ രുചിയുടെ എന്ന് പറഞ്ഞ കടയുണ്ടല്ലോ, അവിടുത്തെ ഫുഡ് കുറച്ച് ദിവസം കൊണ്ട് കഴിക്കുമ്പോൾ നല്ലതാണ്. സോ അവിടെ വന്നിരിക്കുന്നതൊക്കെ ഒറ്റ പ്ലാനിങ്ങോട് ഫുഡ് റെഡി ആയി, കഴിക്കാനുള്ള സെറ്റ് റെഡി ആയി. പാപി ചെല്ലണം പാതാളം എന്ന് പറഞ്ഞ പോലെ ഒറ്റ പ്ലാനിങ് നടത്തിയപ്പോഴത്തേക്കും ക്ലോസ്ഡ്. ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ മെട്രോ ഹബിൽ വന്നപ്പോൾ മെട്രോ ഹബിലെ കട പൂട്ടിയിട്ടിരിക്കുന്നു. ആ കട പൂട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് അടുത്ത കട പോകാൻ നോക്കിയപ്പോഴത്തേക്കും വണ്ടിയിൽ കയറിയതാണ്. വണ്ടിയിൽ കയറിയപ്പോഴത്തേക്കും വണ്ടി പഞ്ചറായി. വണ്ടി കാറ്റടിക്കാൻ വേണ്ടി ഇവിടുത്തെ പെട്രോൾ പമ്പ് വന്നപ്പോൾ ഇവിടുത്തെ പെട്രോൾ പമ്പ് ക്ലോസ്. അത് കഴിഞ്ഞ് കലൂരുള്ള വേറൊരു പെട്രോൾ പമ്പ് വന്നപ്പോൾ അവിടെയും ക്ലോസ്. എന്തോ വിധിയുണ്ട്, എന്തോ പ്രശ്നമുണ്ട്. ഇത് മറ്റേ താനൂർ ചക്കയിലും തമ്പാനൊക്കെ പോയെന്ന് പറഞ്ഞല്ലേ, ഫുഡ് കഴിക്കാൻ മെട്രോ ഹബിൽ വന്നപ്പോൾ കട ക്ലോസ്. അതിന് വണ്ടി പഞ്ചർ. എന്തോ പ്രശ്നമുണ്ട്, നമുക്ക് എന്തോ പ്രശ്നം വരുന്നുണ്ട്. എന്തോ എനിക്കൊന്നും ജോലി വന്നതിൻ്റെ തോന്നുന്നു. ആനോടാ നീ വന്നതിൻ്റെ നീ കഴിച്ചിട്ടല്ലോ വന്നത്? ബീഫ്. അതേപോലെ ഏബൽ 2 പെൺകുട്ടികൾ ചെന്നാൽ പിന്നെ അവരുടെ സംസാരമായല്ലോ. അപ്പോൾ നമ്മളിനി അടുത്ത വണ്ടി വന്നതിന് ശേഷം, ആ വണ്ടി പെട്രോളിന്ന് കാറ്റടിച്ച് വന്നതിന് ശേഷം നമുക്ക് എന്താ പറയുക കഴിക്കാൻ പോകണം. സാധാരണ നേരത്തെ കഴിക്കുന്നത് ഞാനാ. ഇന്ന് കഴിക്കാനും പറ്റില്ല, ഒന്നും പറ്റില്ല. ഭക്ഷണം കിടക്കണം. അപ്പോൾ നിങ്ങൾ കഴിച്ചില്ലേ? നിങ്ങളിങ്ങനെ ടയർഡായിട്ട് കിടക്കണോ? നമുക്ക് കിട്ടിയില്ലടാ കേട്ടോ, നമുക്ക് ഭക്ഷണമൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ നടക്കുകയാണ്. നിങ്ങൾ ഇരിക്കുമ്പോൾ നമ്മൾ നടക്കുന്നു. അത് നോക്കുക ഗൈസ്, ഭക്ഷണം കിട്ടാതെ അലതല്ലുന്ന കുറച്ച് യുവാക്കളും യുവതികൾ. എന്ത് ചെയ്യാനാ. അങ്ങനെ വണ്ടി വന്ന് തിരിച്ചു വന്ന് നമ്മൾ ഇവിടെ ഒരു ദോശക്കട വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളിവിടെ ഒന്ന് കഴിച്ചാൽ അത്ര വലിയ ഗുമ്മില്ല. പിന്നെ ഗതികെട്ടാ പുല്ലും തിന്നെന്ന് പറഞ്ഞ പോലെ വിശന്ന് കഴിഞ്ഞാൽ പിന്നെ എവിടെ നിന്ന് കഴിക്കാനാ? ഉള്ളിടത്തുനിന്നല്ല കഴിക്കാൻ പറ്റുന്നത്. സോ ഇവിടുന്ന് കഴിക്കാം. ഞാനൊരു മസാല ദോശ ഒരു ഡബിൾ ബിൾസാണ് കഴിച്ചത്. കഴിക്കുന്ന സമയത്ത് എനിക്ക് വീടുക തോന്നിയത് പക്ഷേ ഭയങ്കരമായിട്ട് തളർന്നു പോയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് കഴിക്കാൻ ആരും വിട്ടേ പോയി. ഇതിൻ്റെ കിളിയില്ല. ഇന്നലെ കളി കാണാൻ പോയിട്ട് ഉറങ്ങിയിട്ട് ലേറ്റായിട്ട് കിടന്ന് എഴുതിയിട്ടൊക്കെ തോന്നുന്നു കിളി കിട്ടണില്ല. എനിക്ക് ഉറക്കം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം വരുന്നുണ്ട്, ഒരു കിളി കിട്ടുന്നു. ഞാൻ പറയുന്നത് എന്താണെന്നൊരു ബോധം കിട്ടുന്നില്ല. ഫുഡ് കൂടി കഴിച്ചപ്പോഴത്തേക്ക് മൊത്തത്തിൽ ടയർഡായിരുന്നു തോന്നുന്നു. സോ ഇപ്പം നമ്മൾ ഒരു സ്ട്രോബെറിയിൽ മറ്റേ ചോക്ലേറ്റ് കഴിച്ചിട്ടുള്ള സാധനമുണ്ടല്ലോ, അത് കഴിക്കാൻ വേണ്ടിയുള്ള സ്ഥലം തപ്പിക്കൊണ്ടിരിക്കുക. അപ്പോൾ എവിടെയോ ഇപ്പോൾ കലൂരടുത്ത് എവിടെയോ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം ആശയാണ്. ഇന്നെങ്കിലും ഇത്തിരി നേരത്തെ പോകാമെന്ന് വെച്ചാൽ പക്ഷെ സമ്മതിക്കൂല, നേരത്തെ പോകാൻ സമ്മതിക്കൂല. നമ്മളിത് അത് തപ്പെടുത്തിട്ട് തരാം. അങ്ങനെ രാത്രി കാലങ്ങളിൽ ചോക്ലേറ്റ് ഓ എന്താ പിന്നെ നാക്ക് ഓക്കെ
മധുരം കഴിക്കണമെന്ന മോഹവുമായി നമ്മൾ എത്തിയിരിക്കുന്ന ചാക്കോച്ചിയുടെ സ്വന്തം കടയിലായ ചോക്കോച്ചിയിൽ. ഓ ബൈക്കോച്ച് ചോക്കോച്ചിയിലാണ് ഇത്. ചോക്കോച്ചി ചാക്കോച്ചൻ്റെ ആര് നടത്തുന്ന കടയാണെന്ന് തോന്നുന്നു. അത് കാരണം ചോക്കോച്ചിന്ന് വരുമെന്ന്. ഓ എൻ്റെ കണ്ടുപിടുത്തം നോക്കിയത് എന്ത് ലെവല്. ചോക്ലേറ്റ് ഫാൻ ഇല്ല, ഇവിടെ നോർമൽ സീലിംഗ് ഫാൻ ആയിരിക്കും ഉള്ളത്. പോയി നോക്കാം. നമ്മൾ ചാക്കോച്ചിയിൽ വന്ന് കയറിയിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് സ്ട്രോബെറിയുടെ മറ്റു സാധനം ഉണ്ടല്ലോ, എന്താ സ്ട്രോബെറി ഇങ്ങനെ ഇട്ടിട്ട് മറ്റേ എന്ത് സാധനം ഉണ്ടല്ലോ ചോക്ലേറ്റ് എൻ്റെ കുഞ്ഞിൻ്റെ കിളി. ഓക്കെ, നമ്മുടെ സ്ട്രോബെറിക്ക് ഇട്ടിട്ട് അതിനകത്ത് കുറച്ച് ചോക്ലേറ്റൊക്കെ ഒഴിച്ചിട്ട് തന്നെ സാധനം ഉണ്ടല്ലോ. 699 രൂപയെന്നേനി. 699 രൂപയുണ്ടെങ്കിൽ ഒരു ഫുള്ള് മന്തി ഒരു ക്വാർട്ടർ മന്തിയും കഴിക്കുക. എന്തിന് ആ പൗത്തിന് 69 ഒരു 0 വെട്ടിക്കഴിഞ്ഞാൽ 69 രൂപയ്ക്ക് കണ്ണൂർ കോക്കിട്ട് പിടിക്കുക. 10 രൂപ 7 ദോശ കഴിക്കുക. ഓ മൈ ഗോഡ്. ചമ്മന്തി ഒരു 30 രൂപ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഓംലെറ്റും കഴിക്കുക, ഡബിൾ ഓംലെറ്റ്. ഓ മൈ ഗോഡ്. ഓ കുഴപ്പമില്ല. എന്നാലും അതും ഇവിടുത്തെ ആംബിയൻസും ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഇതിൻ്റെയൊക്കെ എക്സ്പെൻസീവ് ചോക്ലേറ്റൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ റേറ്റ് നോർമലാണ്. സംഭവം നോർമലാണ്. നമ്മളെ പറയുമ്പോഴത്തേക്ക് എങ്ങനെ പറയും, നമുക്ക് അത്ര എക്സ്പെൻസീവ് കഴിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. എക്സ്പെൻസീവ് കഴിക്കേണ്ട ആവശ്യം വരുമ്പോഴത്തേക്കും നമ്മൾ എക്സ്പെൻസീവ് കഴിക്കുക. ഇപ്പം തൽക്കാലം നമുക്ക് കഴിക്കേണ്ട ആവശ്യമില്ല. അതാണ്. ഇപ്പം എന്തായാലും നമ്മുടെ ഇവിടെ ഹോട്ട് ചോക്ലേറ്റ് വേണമുണ്ടോ, ഹോട്ട് ചോക്ലേറ്റും കുടിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് എങ്ങോട്ടേക്കൊക്കെ പോകാം, എന്തിനൊക്കെ ചെയ്യാം. കളി കാണാൻ പോകണമെന്നുണ്ടോ, പക്ഷേ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല. നോക്കണം കളി കാണാൻ പോകുന്നത്. പക്ഷേ തന്നെ തിരക്കായിരിക്കും. അതാണ്. പക്ഷേ കുറേ ബൊക്കെയൊക്കെ ഉണ്ട് കേട്ടോ, ഈ ചോക്ലേറ്റ് കൊടുക്കാൻ വേണ്ടി കുറേ ബൊക്കെയൊക്കെ ഉണ്ട്. എല്ലാ സൈഡിലും ബൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെയും ബൊക്കെ കുറേ വെച്ചിട്ടുണ്ട്. കണ്ട എല്ലായിടത്തും ബൊക്കെ വെച്ചിട്ടുണ്ട്. സോ വി ഷുഡ് വെയിറ്റ് ഫോർ അവർ ഹോട്ട് ചോക്ലേറ്റ്. രാത്രി കാലങ്ങളിൽ ഹോട്ട് ചോക്ലേറ്റ് കുടിക്കുന്നത് നല്ലതാണെന്ന് ഏതോ ഒരു ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഞാനാ പറഞ്ഞ ഡോക്ടർ. ഓ ആ ഡോക്ടർ അതല്ലേ പറഞ്ഞു. ഓക്കെ. ബംബലോണി വന്നിട്ടുണ്ട്. ബംബലോണി 4 പീസാക്കണം. ആ ബംബലോണിനെ പീഡിപ്പിക്കുന്നു. രാത്രി കാലങ്ങളിൽ സ്വമേധയാ പീഡനം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ആ ബംബലോണിനെ നിങ്ങൾ മനസ്സിലാക്കണം. നോക്കൂ ആ ബംബലോണിയുടെ മാംസങ്ങൾ പിച്ചി ചീന്തുന്നു. ഒരു ക്രൂരയായ കൈകളാണ് ബംബലോണിനെ പിച്ചി ചീന്തുന്നത്. എന്താണ് ഇതെന്നത്തെ ചായനോ? ഹായ്. എന്തറാ നമ്മള് ചായക്കാത്ത പെൺപിള്ളേർ ഓരോരോ ഫാഷന്. കൊതി വരുന്നുണ്ട്. ഓ കണ്ടന്നെ കൊതിയാവുന്നു. കൂച്ച ആദ്യം അവനെ അല്ലേ പറഞ്ഞു. ഹോട്ട് ചോക്ലേറ്റ്സ് ഞാൻ കുടിച്ച് നോക്കാം. ഓർഡർ ചെയ്ത ആൾക്ക് ഇഷ്ടപ്പെടുന്ന പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഹോട്ട് ചോക്ലേറ്റ് ഞാൻ അധികം കുടിച്ചിട്ടില്ല. മാട്ട സാധനം കുടിച്ചിട്ടുണ്ട്. ഇത് കുടിച്ച് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. കുടിച്ചോണ്ടിരിക്കാൻ തോന്നുന്നുണ്ട്. കുടിച്ചോണ്ടിരിക്കും, നിർത്താൻ തോന്നുന്നില്ല. ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കും. വയറ് നിറഞ്ഞു പോകും. അത് കാരണം കൊള്ളാം. സാധാരണ ഞാൻ കുടിച്ചിരിക്കുന്നത് മാട്ട സാധനം പറ്റിയ പുറത്തെ പറ്റിയ പൊടി കരക്കിയ സാധനം കുടിച്ചിട്ടുള്ളത്. പക്ഷേ ഞാൻ കുടിച്ചതല്ല. ഞാൻ അങ്ങനെ ഹോട്ട് ചോക്ലേറ്റ് വലിയ ഫാനൊന്നുമല്ല. പക്ഷെ ഇത് വെർത്ത് WORTH. ഓക്കെ. നമ്മൾ ചാക്കോച്ചിയിൽ നിന്ന് ചോക്ലേറ്റ് കുടിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചിറങ്ങിയിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ പനമ്പള്ളി നഗർ ഒരുപാട് മാറി. പണ്ടൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇത്രയും ഇതൊന്നും ഇല്ലായിരുന്നു. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1 ഇയർ മുമ്പൊക്കെ സ്ഥിരമായിട്ട് പനമ്പള്ളിയിലേക്കൊക്കെ വരുമായിരുന്നു. ഇപ്പം അങ്ങനെ വരാറില്ല. പനമ്പള്ളി വരുന്ന നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. പനമ്പള്ളി വന്നിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് കുറച്ചായിരുന്നുള്ളൂ.
ഈ ഒരു ഏരിയയിലേക്ക് അങ്ങനെ വന്നിട്ടില്ല. ഈ ഒരു ഏരിയ ഫുള്ള് മാറിയിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലല്ല. പിന്നെ ഫരീദിൻ്റെ കട അപ്പുറത്തായതുകൊണ്ട് അവിടെ വരും. പിന്നെ അല്ലാണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ എന്തെങ്കിലും കാര്യത്തിന് പനമ്പള്ളിക്ക് വന്നാലേ ഉള്ളൂ, അല്ലാണ്ട് അങ്ങനെ വരവ് കുറവല്ലേ. ഇനിയിപ്പം നേരെ തിരിച്ച് സ്റ്റേഡിയത്തിൽ പോയിട്ട് അവിടെ തിരിച്ച് റൂമിലോട്ട് പോകണം. ഓക്കെ, ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ്, പനമ്പള്ളി പരിപാടി ഇന്നത്തെ കറക്കം കഴിഞ്ഞ്. ഇന്ന് നമുക്ക് ഹോട്ട് ചോക്ലേറ്റ് കുടിക്കാനും ഇതൊക്കെ ആയിരുന്നു പരിപാടി. ഇന്നത്തെ പരിപാടി കഴിഞ്ഞ്, അജണ്ട കഴിഞ്ഞ്. ഇനി അടുത്ത അജണ്ട നാളെ. ഗൈസ്, ഇന്നലെ ഇട്ട വീഡിയോ, അതായത് ഇന്നലെ എടുത്ത വീഡിയോ ആണ്, അതിൻ്റെ വൈൻഡപ്പ് എടുത്താണ്. പക്ഷേ ഇന്നലെ എനിക്കൊരു കാര്യം ആഡ് ചെയ്യണമെന്നുണ്ട്. ഒരുത്തർ ഇന്നലെ കാണിച്ച പട്ടി ഷോ. എന്റെ വാതുറക്കല്ലേ? തുറക്കടാ, വാതുറക്കടാ. നീ ഇന്നലെ കാണിച്ച ഷോയബ് എന്റെടാ, നാണം കെട്ട് പോയില്ലടാ. നാണം കെട്ട തോൽവി, നാണം കെട്ട തോൽവി ഒന്നല്ല, നാണം കെട്ട തോൽവി ഒന്നല്ല. ഇതുവരെ കളിച്ചില്ലേ ഇന്നലത്തെ കളി? നല്ല കളി, പീക്ക് കളി, പീക്ക് കളി. മതി, പാവപ്പെട്ട കളിയെ കൊന്നു. മതി, ഇത്ര മതി. നീ തല വെക്കരുത്. കളിക്കാണ്ട് തോറ്റല്ല, കളിച്ചിട്ട് തോറ്റത്. തോറ്റിട്ട് കിടന്ന് മെഴുകിട്ട് കാര്യമില്ല. ഒരെണ്ണത്തെ ചവിട്ടിട്ട് അവത്തക്കത്ത് മെഴുകിട്ട് വീണിട്ട് കാര്യമൊന്നുമില്ല. നിനക്ക് മഞ്ഞുറവ് എങ്ങനെ ഇതായിരുന്നില്ല. ഇത് രാവിലെ അപ്പിട്ടായിരുന്നത് മഞ്ഞക്കളായിരുന്നല്ലേ. നീ മിണ്ടണ്ട, നീ വാക്കണ. നീ തോറ്റിട്ട് കിടന്ന് മെഴുകിട്ട് കാര്യമില്ലടാ. തോൽവി സമ്മതിക്കണം. അല്ലാണ്ട് ഞങ്ങൾക്ക് 6 pack ഉണ്ട്, ഞങ്ങൾക്ക് ഇതുണ്ട്, ഞങ്ങള് ഗോട്ടാണ്, ഞങ്ങളുടെ അണ്ണന്റെ തോറ്റല്ല. നമ്മള് ചോദിക്കട്ടാ, കളി കളിച്ചിട്ടാണ് തോറ്റത്. അല്ല, രണ്ട് ടീം ഒക്കെ ഇത്രയും ചെറിയ ടീമിന് അത്രയും വലിയൊരു ടീം. സ്പെയിന് ചെറിയ ടീമാ. ഹൈറ്റ് നോക്കടാ, ഹൈറ്റ് നോക്കിട്ടാ കളിയെല്ലാം. അവന്മാർക്ക് നല്ല ഡിഫെൻഡ് ചെയ്യാൻ. അവരെന്ത് നീ എന്ത് പറയുന്നത്? സ്പെയിൻ ഒരു വേൾഡ് കപ്പ് ഉണ്ട് ടീം. സ്പെയിന് ഒരിക്കലല്ലേ കൊണ്ടുപോയിട്ടുള്ളൂ. ഇത്രയും വലിയ മനുഷ്യന്റെ കൂടെ തോറ്റില്ല. മുത്ത അവർക്ക് 41 ബേസായി. അത് ഇന്നലെ കണ്ടില്ല. നെയ്മറിന്റെ കാലിനെ പറഞ്ഞില്ല നീ. നെയ്മറിന്റെ കാല് വയ്യാത്ത കാര്യം നീ ഒന്നും അവനെ പറഞ്ഞില്ലടാ. ഒരു പരിഗണന കൊടുത്തില്ല. പോയപ്പോഴത്തേക്കും കടന്നു ഓളിയായിരുന്നില്ല. നെയ്മർ പരിക്കി പിന്നെ കളിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ എന്തിനാ കളിക്കാൻ? അതാണ് നമ്മൾ ചോദിക്കുന്നത്. കളിച്ചത്